ജോബിന്റെ ടെറേറിയം കാണാൻ പോയിട്ട് അവനെ കൊണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിച്ച കഥയാണിന്ന്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നിരാശപ്പെട്ട് ഒരു തിരിച്ചുവരവിനി ഇല്ല എന്ന് കരുതിയിരിക്കുമ്പോൾ ഞാൻ തുടങ്ങിയ ഒരു ഹോബിയാണ് ഈ ടെറേറിയം ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് ആരെയും കാണിക്കുവാനുള്ള കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്ന അനൂപേട്ടൻ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. ഒരു ചില്ലു ഭരണിയിലെ കൊച്ചു ഭൂമിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ തുടങ്ങിയ എന്നോട് ഒരു കൊച്ചു ഭൂമിയെ വിഴുങ്ങുവാൻ മാത്രമുള്ള വിശപ്പും കൊണ്ടാണ് വന്നതെന്നും പറഞ്ഞ് അനൂപേട്ടൻ എന്നെ അടുക്കളയിലേക്ക് പറഞ്ഞു. അധികം ഒന്നും ആലോചിക്കാതെ ഏഷ്യാഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് ഞാനങ്ങ് കടന്നു. കേരള ഡിലൈറ്റ്സിൻ്റെ നല്ല അടിപൊളി ഞുറുക്കിയ കപ്പ ഞാൻ നേരെ എടുത്ത് വെള്ളത്തിലോട്ടിട്ടു. നല്ല മീറ്റ് എടുത്ത് ഞാൻ മസാല എല്ലാം കൂടെ ചേർത്ത കുക്കറിലേക്ക് അങ്ങിട്ടു. ഞാനിവിടെ കാര്യമായിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് അനുവേട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ മീറ്റ് കുക്ക് ചെയ്യാനും കയറി കപ്പ അതേ വേവിക്കാനും വെച്ചു. അനുവേട്ട, കപ്പ ബിരിയാണിക്ക് രുചി കൂടാനുണ്ടല്ലോ, സ്വല്പം തേങ്ങയുടെ അങ്ങോട്ട് വറുത്തിട്ടാണല്ലോ നാക്കിൽ വെള്ളം കൂടും. ജോബിന്റെ സ്പെഷ്യൽ ഐറ്റമാണ് കപ്പ ബിരിയാണി. ചാൻസ് കിട്ടിയാൽ ഞാൻ അവനെ കൊണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിപ്പിക്കും. കപ്പ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നു. അതിൻ്റെ കൂടെ മീറ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ജോബിന് ഒരു സ്പെഷ്യൽ മസാലയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ആ വെന്ത മീറ്റ് ഈ മസാലയോട് മിക്സ് ചെയ്യുമ്പോണ്ടല്ലോ ഒരു മണം വരാനുണ്ട്, ഒരു നിവർത്തിയില്ലത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടാണത്, എല്ലാം കൂടെ മിക്സ് ചെയ്യണത്. നല്ല വിശപ്പ് കൂടെ ഉണ്ടെങ്കിൽ ഇത് നോക്കി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വായിൽ എനിക്കിങ്ങനെ വെള്ളം ഊറുകയാണ്. ഞാൻ കുറച്ചൊക്കെ കുക്കുമ്പർ റൈത്ത ഉണ്ടാക്കി, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കപ്പ ബിരിയാണി ആസ്വദിച്ച് കഴിച്ചു. ഒരു കപ്പ ബിരിയാണി സക്സസ് ആവണമെങ്കിൽ നല്ല കപ്പ തന്നെ കിട്ടണം. ടെറേറിയത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വീണ്ടും വരുന്നതാണ്.